മണിച്ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളുന്നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ആറ്റിറമ്പിൻ പൂവുകൾ തൻ ഘോഷയാത്രയായി പുതിറങ്ങി പൊൻവെയിലിൽ കുങ്കുമപ്പൂ നീളെ. ആറ്റിറമ്പിൻ പൂവുകൾ തൻ ഘോഷയാത്രയായി പുതിറങ്ങി പൊൻവെയിലിൽ കുങ്കുമപ്പൂ നീളെ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്തേ, ഇന്നു നീ വരാഞ്ഞതെന്തേ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ആരെയോർത്തു വേദനിപ്പൂ ചാരുചന്ദ്രലേഖ, ഒരിതൾ പൂ പോലെ നേർത്തു നേർത്തു പോവതെന്തേ. ആരെയോർത്തു വേദനിപ്പൂ ചാരുചന്ദ്രലേഖ, ഒരിതൾ പൂ പോലെ നേർത്തു നേർത്തു പോവതെന്തേ. എങ്കിലും നീ വീണ്ടും പൊൻകുടമായി നാളെ മുഴുതിങ്കളാകും നാളെ. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കുന്നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ഹായ് ചക്കരകളെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കണോ? ഞാനും ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ വീണ്ടും ടൂർണമെൻറ്റിന് ഫുട്ബോളിന് പോയിരിക്കുകയാണ് വേറൊരു സ്കൂളിലേക്ക്. അപ്പോൾ അതിന്ന് സ്കൂളിൽ യാത്ര അയക്കാനൊക്കെ രാവിലെ പോയി 6:30 ആകുമ്പോഴേക്കും സ്കൂളിൽ എത്തണമായിരുന്നു ഇന്നും. അപ്പോൾ കൊണ്ടാക്കാനൊക്കെ പോയി. പിന്നെ അവർ 2 ടീമുണ്ട്, വലിയ കുട്ടികളുടെ ഉണ്ട്, ചെറിയ കുട്ടികളുടെ ഉണ്ട്. എൻ്റെ മോൻ 5ാം ക്ലാസ്സിലല്ലേ പഠിക്കണം, വലിയ കുട്ടികളുടെ ഉണ്ട്. അപ്പോൾ രണ്ട് ടീമുകളും പോയിട്ടുണ്ട് ബസ്സിൽ നിന്ന്. വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും സന്തോഷമായിട്ട് തിരിച്ചു വരട്ടെ. തോറ്റാലും ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അവരിങ്ങനെ പോയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണമല്ലോ, അത് നല്ലതല്ലേ. അതിന് വേണ്ടി ഒന്ന് പറഞ്ഞയച്ചൊന്ന് മാത്രം. എല്ലാവർക്കും ഇപ്പോൾ ഫസ്റ്റ് കിട്ടിക്കോളണമെന്നൊന്നുമില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ വീഡിയോ കാണാൻ കുറച്ച് തിരക്കുണ്ടെന്ന് കേട്ടോ. ഓക്കേ, ടാറ്റാ.